ക്യാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുവെന്ന നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചെന്ന് പറയുകയാണ് കെ രമ MLA. ക്യാരവാൻ സൗകര്യങ്ങളുണ്ടെങ്കിൽ സുരക്ഷിതരാണ് എന്നല്ലേ നടിമാർ കരുതിയിരുന്നത്? എന്തൊരു ക്രൂരമാണ് ഈ സിനിമാ ലോകമെന്നും കെ രമ ചോദിക്കുന്നു. സിനിമാ സെറ്റുകളിൽ ക്യാരവാനിൽ ഒളിക്യാമറ വെച്ച് നഗ്ന വീഡിയോ എടുക്കുന്നു എന്നാണല്ലോ രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാകുന്നത്. എന്തൊരു ക്രൂരമാണ് ഈ സിനിമാ ലോകമെന്നും എന്തൊരു അധോലോകമാണിതെന്നും കെ രമ ചോദിക്കുന്നുണ്ട്. ക്യാരവാൻ സൗകര്യങ്ങളുണ്ടെങ്കിൽ സുരക്ഷിതരാണ് എന്നല്ലേ നടിമാർ കരുതിയിരുന്നതെന്നും വസ്ത്രം മാറാനും ടോയ്ലറ്റിൽ പോകാനും സുരക്ഷിതമെന്നല്ലേ കരുതിയിരുന്നത്? അങ്ങനെ കരുതിയിരുന്നവർക്ക് ഇടയിലേക്കല്ല ഈ വാർത്ത വന്നതെന്നും ഇതുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടായിട്ട് ഒരു നടപടിയും എടുക്കാതെ വെച്ചു എന്നത് വലിയ കുറ്റകരമാണെന്നും കെ രമ പ്രതികരിച്ചു. ക്യാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധിക ശരത് കുമാർ മാധ്യമങ്ങളോട് രാവിലെ വെളിപ്പെടുത്തിയത്. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ഭയന്നുപോയി താൻ ക്യാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക പറഞ്ഞു. ക്യാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നുവെന്നും ഓരോ നടിമാരുടെ പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട്. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നാണ് രാധിക വെളിപ്പെടുത്തിയത്. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഉപയോഗിച്ചിട്ടില്ലെന്നും രാധിക പറഞ്ഞു. അതേസമയം രാധിക എന്തുകൊണ്ട് ഇക്കാര്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞില്ല എന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തതെന്നും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചോദിച്ചു. പോലീസിൽ അവർ പരാതി നൽകണമായിരുന്നുവെന്നും ഇന്നും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നും എന്തുകൊണ്ട് അവരന്ന് തന്നെ പുറം ലോകത്തെ അറിയിച്ചില്ല? ഈ ലോകത്തുള്ള സകല പുരുഷന്മാരെയും സംസാരിച്ച് തിരുത്താൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നതെന്നും നിയമ നടപടിയിലൂടെ മാത്രമേ ഓരോരുത്തരെയും തിരുത്താൻ സാധിക്കൂവെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിരുന്നു.